അവള് ചെറുതായിട്ടൊന്ന് കെട്ടിയതാ. അപ്പൊ പിന്നെ കോടതി എന്ന് പറഞ്ഞത് കുടുംബ കോടതി. അയ്യേ, ഡിവോഴ്സ് ആയ പെണ്ണ് ബിൽഡപ്പ് കേട്ടപ്പോഴേ തോന്നി എന്തേലും ഉടായിപ്പായിരിക്കും. മമ്മി ഇതിൽ കൂട്ടി വെക്കണം. അയ്യോ മക്കളെ, ഡൈവേഴ്സിന്റെ ആരും പറഞ്ഞില്ല എന്റെ അടുത്ത്. നിനക്ക് എന്റെ അപ്പന്റെ സ്വഭാവം അതേപടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? അങ്ങേര് പല്ലിക്കാട്ടം വരെ കണക്ക് പറഞ്ഞു വെക്കുമായിരുന്നു. എന്താ നീ മിണ്ടാട്ടെ? എന്നാലും ഇത് കുറച്ച് കടന്നുപോയി. അപ്പനൊന്നും മിണ്ടായി. വേണ്ട മോനെ, വേണ്ട. എടാ, നീ അവളെ കെട്ടിയ നമ്മൾ മൊത്തത്തിൽ രക്ഷപ്പെടും. അവസ്ഥയാകെ മോശമാടാ. എന്റെ കടയൊക്കെ പൊളിഞ്ഞിരിക്കുക. ഹേ, നിന്റെ കട പൊളിഞ്ഞതിന് ഒരു പൊളിഞ്ഞ കട ഇവന്റെ തലയിൽ കെട്ടി വെക്കണം. എനിക്കെങ്ങും വേണ്ട ഈ കല്യാണം. അപ്പം തന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടാ മതി. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ പതിവ്രതയും കന്യകയായ ഒരു പെണ്ണിനെ കെട്ടു. കന്യകയോ? എടാ, സ്വന്തം ഭാര്യയെ പോലും ജീവിതത്തിൽ ഒരിക്കലേ കന്യകയായിട്ട് കിട്ടത്തുള്ളൂ. അത് ഉറപ്പൊന്നുമില്ല. കിട്ടിയാ കിട്ടി. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാന്ന് പറയുമായിരുന്നു. ഒന്ന് പോ അപ്പ അവിടുന്ന്. ഒരു രണ്ടാം കെട്ടും കൊണ്ട് വന്നിരിക്കുന്നത് വെറുതെ അവനെ ആശിപ്പിച്ചു. വേണ്ട. അപ്പനെന്ത് ഉടായിപ്പണപ്പാ? എന്തുടായിപ്പ്? ഇന്നല്ലാതെ ഈ ഡൈവേഴ്സിന്റെ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോ? ബന്ധം ഒഴിഞ്ഞ പെണ്ണിനെ ഒന്നും എന്റെ മോന് വേണ്ട. അവൻ അത്ര ഗതികേടൊന്നും വന്നിട്ടില്ല. എന്നാ ഞാൻ കെട്ടാടി. നിങ്ങൾ കെട്ടോ എനിക്കറിയാം. അന്നമ്മേ, ഇത് അങ്ങനത്തെ ഡൈവേഴ്സ് അല്ല. പിന്നെ എങ്ങനത്തെ? ഇത് തീവ്രത കുറഞ്ഞ ചെറിയൊരു ഡൈവേഴ്സ്. എന്താന്ന് പോകാൻ പോ?